പൂജയും ബിഗ് ബോസ് സീസൺ 6-ൽ നിന്നും പുറത്തായി. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. കാരണം രണ്ടുപേരും താൽക്കാലികമായി പുറത്തു പോവുകയാണെന്ന് പറഞ്ഞു പോയതാണെങ്കിലും ഇതുവരെ ഇവരുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരുമോ, ഷോയിൽ നിന്നും പുറത്തായോ എന്നൊന്നും ബിഗ് ബോസ് ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല. പറഞ്ഞു വരുന്നത് സിബിനും പൂജയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചകൾ നടന്നിരുന്നത്. പൂജ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്നും അതുപോലെ സിബിൻ ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്നൊക്കെയാണ് ഈ ചർച്ചകളിൽ പറയുന്നത്. ഇവർ രണ്ടുപേരും ഷോയിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയായിരുന്ന നാദിറ മെഹ്റിൻ അടക്കം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കേണ്ട ടൈം ആയിരിക്കുകയാണ്. ബിഗ് ബോസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് സിബിനും പൂജയും ഷോയിൽ നിന്നും ഔട്ടായെന്ന്. ആരോഗ്യപരമായ കാരണങ്ങളാൽ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താവുകയാണെന്നാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. ശക്തരായ 2 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. ഇത് ഷോയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം വൈൽഡ് കാർഡായി എത്തിയ 6 പേരിൽ ആക്റ്റീവായ 2 മത്സരാർത്ഥികളായിരുന്നു DJ സിബിനും പൂജ കൃഷ്ണയും. കൃത്യമായി ഗെയിം പഠിച്ച് ഓരോ മത്സരാർത്ഥികളുടെയും വീക്ക് പോയിന്റ് ഉൾപ്പെടെ മനസ്സിലാക്കിയാണ് രണ്ടുപേരും വീടിനുള്ളിലേക്ക് എത്തിയത്. ഇവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അത് വളരെ വ്യക്തമായിരുന്നു. പൂജ സൈലന്റായി ഗെയിം മുൻപോട്ട് കൊണ്ടുപോയപ്പോൾ സിബിൻ പുറകിൽ നിന്ന് കുത്തുന്ന അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് രീതിയാണ് പിന്തുടർന്നിരുന്നത്. ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഇമോഷണലി ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്ന തന്ത്രമാണ് സിബിൻ പ്രധാനമായും ഉപയോഗിച്ചത്. ഒരു പരിധിവരെ സിബിൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. കാരണം വ്യക്തമായി സംസാരിക്കുവാനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വാക്കുകൾ കൊണ്ട് തകർക്കാനും സിബിന് നിഷ്പ്രയാസം സാധിച്ചിരുന്നു. ഇനി പൂജയാണെങ്കിൽ പ്രതികരിക്കേണ്ടിടത്ത് മാത്രം പ്രതികരിച്ച് തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞാണ് മുൻപോട്ട് പോയിരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിന് പിന്നാലെ ഇമോഷണലി ഡൗൺ ആയ സിബിനെയാണ് നമ്മൾ കണ്ടത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനിൽ നിന്നും വഴക്ക് കേട്ടതാണ് സിബിനെ മൊത്തത്തിൽ ഇമോഷണലി ഡൗൺ ആക്കിയത്. ഒരു മോശം ആക്ഷൻ ജാസ്മിനെതിരെ കാണിച്ചതാണ് പ്രശ്നമായത്. ഉടൻ തന്നെ സിബിൻ ജാസ്മിനോടും പ്രേക്ഷകരോടും മാപ്പ് പറഞ്ഞെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ വിഷയത്തിൽ സിബിനെ ശകാരിക്കുകയും അതുപോലെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ഗെയിമിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇമോഷണലി ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പീക്ക് ലെവലിലാണ് സിബിനെ നമ്മൾ കണ്ടത്. ഇനി തനിക്ക് ഈ ഗെയിം കളിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നും അതുപോലെ ബിഗ് ബോസ് ഷോയിൽ നിന്നും തന്നെ പുറത്താക്കണമെന്നൊക്കെയാണ് സിബിൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. 1-2 പ്രാവശ്യം സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പോലും സിബിൻ ആക്റ്റീവ് ആവുകയോ പഴയ രീതിയിലേക്ക് എത്തുകയോ ചെയ്തിരുന്നില്ല. മെന്റലി ഓക്കെ അല്ലെങ്കിൽ എത്ര ഗെയിം ആയാലും മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഏത് രീതിയിലും അവർ പെരുമാറിയേക്കാം. ഇതൊക്കെ കണക്കിലെടുത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം സിബിൻ ഇപ്പോൾ പുറത്തായത്. ഇനി പൂജയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ബാക്ക് പെയിൻ കൂടി ഡിസ്കിന് കംപ്ലൈന്റ് ആയതിന് പിന്നാലെ പൂജയെ സ്ട്രക്ചറിൽ വെച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത് തന്നെ. അതായത് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇത്രയും മോശം ഹെൽത്ത് കണ്ടീഷനുള്ള പൂജ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അന്നേ പ്രേക്ഷകർ പറഞ്ഞിരുന്നു. കാരണം ഒരു പനിയോ അല്ലെങ്കിൽ മുറിവോ ചതവോ സംഭവിക്കുന്നത് പോലെയല്ല ഡിസ്കിന് കംപ്ലൈന്റ് സംഭവിക്കുന്നത്. ഒരുപാട് റെസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ രോഗം ഭേദമാവുള്ളൂ. ഇനി അത് മാത്രമല്ല, തിരിച്ചെത്തിയാലും ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതും സംശയമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് പൂജയും ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും പുറത്തുപോയ സ്ഥിതിക്ക് ആക്റ്റീവായ 2 മത്സരാർത്ഥികളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സീസൺ 6-നെ ആക്റ്റീവ് ആക്കിയതിൽ സിബിനായാലും പൂജയ്ക്കായാലും നല്ല പങ്കുണ്ട്. മാത്രമല്ല പുറത്തും സിബിന് നല്ലപോലെ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള 2 പേര് പോകുമ്പോൾ അത് ഷോയെ ബാധിക്കുമെന്ന് തന്നെയാണ് ഭൂരിഭാഗവും പറയുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്ന സ്ഥിതിക്ക് ഇനിവർ രണ്ടുപേരും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല.